ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്നായിരിക്കുക പ്രിയ ബഹുമാനപ്പെട്ട ജെറിൻ വലിയ പറമ്പിൽ അച്ഛനാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഏറെ കേട്ടു. ഈ പ്രാവശ്യം കൂടുതൽ നമുക്ക് കേൾക്കാനുണ്ട്. അച്ഛൻ MCBS സഭയുടെ കോട്ടയം എമാവൂസ് പ്രവിശ്യയിലെ അംഗമാണ്. ആലപ്പുഴ ജില്ലയിലെ തായൻകിരി, കുട്ടനാട് തായൻകിരി സെൻറ്റ് ആൻ്റണീസ് ഇടവാംഗമാണ്. അച്ഛൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കുറച്ചൊന്ന് പറഞ്ഞു തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. എൻ്റെ വീട്ടിൽ ചാച്ചനും അമ്മച്ചിയും 2 ചേട്ടന്മാരുമാണ് എനിക്കുള്ളത്. ചാച്ചനും അമ്മച്ചിയും രണ്ടാമത്തെ ചേട്ടൻ ഇപ്പോൾ വീട്ടിലുണ്ട്. മൂത്ത ചേട്ടനും ചേച്ചിയും UK-യിലാണ് നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നു. വീട്ടിൽ സന്തോഷമായിട്ട് പോകുന്നു. ചാച്ചനും അമ്മച്ചിക്കും ശാരീരികമായിട്ടുള്ള ചില രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ട്. എന്നാലും അതിലൂടെയൊക്കെ ചില സാധനങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നുണ്ട്. എങ്കിലും അതിലൂടെയൊക്കെ സന്തോഷം കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി മക്കൾക്ക് നല്ല വഴിയൊക്കെ പറഞ്ഞു തന്ന് അവർ വളർത്തി ഇപ്പോഴും അത് അവർ തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളൊക്കെ അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴും ഒക്കെ മാതാപിതാക്കൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തും. നമ്മൾ എത്ര വലുതായാലും നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മൾ കുഞ്ഞുങ്ങൾ തന്നെയാണ്. പറയാറുണ്ടല്ലോ, മാർപ്പാപ്പയായാലും നീ മാർപ്പാപ്പയായാലും എനിക്ക് കുഞ്ഞാന്ന് മാതാപിതാക്കൾ മിക്ക അച്ഛന്മാരോടും അല്ലെ സമർപ്പിതരോടും ഒക്കെ പറയാറുണ്ട് എന്ന് എനിക്ക് തോന്നുക, എന്നോട് പറയാറുണ്ട്. അപ്പോൾ നമ്മളതുപോലെ തന്നെയാണ് കരുതുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും അവരിപ്പോഴും നൽകുന്ന പിന്തുണയോടൊപ്പം തന്നെ തിരുത്തലുകളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് എൻ്റെ അമ്മ വലിയൊരു തിരുഹൃദയ ഭക്തയാണ്. അങ്ങനെയാണ് നമുക്കൊരു അച്ഛൻ പാടിയൊരു മനോഹരമായ തിരുഹൃദയത്തിൻ്റെ ഒരു ഗാനം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അമ്മച്ചിയുടെ പേര്? അമ്മച്ചിയുടെ പേര് ആൻസമ്മ. അമ്മച്ചിക്ക് തന്നെ ഈ ഗാനം സമർപ്പിച്ചു. പേര് ജോയിച്ചൻ. അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ജെറിനച്ഛൻ്റെ പേരൻസിനെ ഈ സമയത്ത് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്ത് അച്ഛൻ ആലപിക്കുന്ന തിരുഹൃദയത്തിൻ്റെ ആ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഹൃദയത്തിൻ ആർദ്രമാം സ്നേഹം അഗതികൾ ഞങ്ങൾക്കാശ്രയവാരിധേ, പാപികൾ ഞങ്ങൾ വന്ദണയുമ്പോൾ നെഞ്ചോടു ചേർക്കുന്ന വാത്സല്യമേ, തിരുഹൃദയത്തിൻ ആർദ്രമാം സ്നേഹം അഗതികൾ ഞങ്ങൾ ആശ്രയവാരിധേ, പാപികൾ ഞങ്ങൾ വന്ദണയുമ്പോൾ നെഞ്ചോടു ചേർക്കുന്ന വാത്സല്യമേ, കഴുകേണമേ എന്നെ തഴുകേണമേ, തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ, നിറയേണമേ എന്നെ പൊതിയേണമേ, തിരുസ്നേഹത്താൽ എന്നെ നിറയ്ക്കേണമേ, കഴുകേണമേ എന്നെ തഴുകേണമേ, തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ, നിറയേണമേ എന്നെ പൊതിയേണമേ, തിരുസ്നേഹത്താൽ എന്നെ നിറയ്ക്കേണമേ. പരമപിതാവിൻ കാരുണ്യരൂപമേ, അലിവിൻ്റെ സ്നേഹമേ, നിറകുടമേ, പരമപിതാവിൻ കാരുണ്യരൂപമേ, അലിവിൻ്റെ സ്നേഹമേ,
നിറകുടമേ തിരുമുറിവിൽ നിന്നും വാത്സല്യമേകും തിരുക്കരത്താലെന്നെ അനുഗ്രഹിക്കൂ. തിരുമുറിവിൽ നിന്നും വാത്സല്യമേകും തിരുക്കരത്താലെന്നെ അനുഗ്രഹിക്കൂ. തിരുക്കരത്താലെന്നെ അനുഗ്രഹിക്കൂ. കഴുകേണമേ എന്നെ തഴുകേണമേ തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ. നിറയേണമേ എന്നെ പൊതിയേണമേ തിരുസ്നേഹത്താൽ എന്നെ നിറയ്ക്കേണമേ. നിൻമുഖശോഭയിൻ ആർദ്രഭാവം എൻ മനതാരിൽ വന്നിടുമ്പോൾ. നിൻമുഖശോഭയിൻ ആർദ്രഭാവം എൻ മനതാരിൽ വന്നിടുമ്പോൾ. നിൻ തിരുവചനത്തിൻ ലാളനമേകും എന്നിലെ തിന്മകൾ മായ്ക്കുന്ന സ്നേഹമേ. നിൻ തിരുവചനത്തിൻ ലാളനമേകും എന്നിലെ തിന്മകൾ മായ്ക്കുന്ന സ്നേഹമേ. എന്നിലെ തിന്മകൾ മായ്ക്കുന്ന സ്നേഹമേ. തിരുഹൃദയത്തിൻ ആർദ്രമാം സ്നേഹം അഗതികൾ ഞങ്ങൾ ആശ്രയവാരിധേ. പാപികൾ ഞങ്ങൾ വന്നണയുമ്പോൾ നെഞ്ചോടു ചേർക്കുന്ന വാത്സല്യമേ. കഴുകേണമേ എന്നെ തഴുകേണമേ തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ. നിറയേണമേ എന്നെ പൊതിയേണമേ തിരുസ്നേഹത്താൽ എന്നെ നിറയ്ക്കേണമേ. കഴുകേണമേ എന്നെ തഴുകേണമേ തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ. നിറയേണമേ എന്നെ പൊതിയേണമേ തിരുസ്നേഹത്താൽ എന്നെ നിറയ്ക്കേണമേ. കഴുകേണമേ എന്നെ തഴുകേണമേ. തിരുരക്തത്തിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും അഭിഷേകമുള്ള ഒരു മനോഹരമായ ഗാനം. ചേർന്നച്ച എന്താ പറയുക, വളരെ ഹൃദ്യമായിരുന്നു. എന്നുവെച്ചാൽ ഈ പാട്ടിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ഈ പാട്ട് ഞാൻ പാടിയ പാട്ടാണ്. ബഹുമാനപ്പെട്ട ലിൻഡോ കാഞ്ഞോത്തറ അച്ഛനാണ് ഇതിൻ്റെ സംഗീതം. അതിൻ്റെ ലിറിക്സ് ആശാ റോണി, ലിൻഡോ അച്ഛൻ്റെ പെങ്ങളാണ്, സഹോദരിയാണ്. അപ്പോൾ ആശ എഴുതി, ലിൻഡോ അച്ഛൻ സംഗീതം ചെയ്തു. ഞാനും ആൾഡ്രിയ സാബുവും കൂടെയാണ് ഇത് ആദ്യമായിട്ട് പാടിയത്. അങ്ങനെ നിനോയാണ് ഇതിൻ്റെ ഓർക്കസ്ട്ര. നിനോയ് ഇതിൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെർണച്ചൻ പാടിന് ശേഷം ഈ പാട്ട് വീണ്ടും പാടാനായിട്ട് എനിക്കും അനിയനൊരു ഭാഗ്യം കിട്ടി. ഈ സമയത്ത് ആശയോടും അതുപോലെ തന്നെ ലിൻഡോ അച്ഛനോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അച്ഛാ, നമ്മൾ തിരുപ്പട്ടം കഴിഞ്ഞിട്ട് ഇപ്പം അച്ഛൻ 7 വർഷമായി അല്ലേ? 7 വർഷം. ആദ്യം അച്ഛൻ ജയ്പൂർ അല്ലേ, രാജസ്ഥാൻ, ജാലോർ എന്ന് പറയുന്ന സ്ഥലം. അവിടെയായിരുന്നു അല്ലേ? അച്ഛാ, പട്ടത്തിന് ശേഷം അച്ഛൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഒരു പ്രത്യേക അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പട്ടത്തിന് ശേഷം ഞാൻ ആദ്യം ഈ പറഞ്ഞതുപോലെ ആദ്യം രാജസ്ഥാൻ മിഷനിലായിരുന്നു, ഞങ്ങളുടെ സഭയുടെ. അവിടെ ബഹുമാനപ്പെട്ട ജോളിയച്ചൻ്റെ കൂടെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ആയിരുന്നു, 1 വർഷം അവിടെയായിരുന്നു. അപ്പോൾ രാജസ്ഥാനിൽ വെച്ച് എനിക്കൊരു അപകടമുണ്ടായി, ഒരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു.
അപ്പം ഞാനും അച്ഛനും അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഞങ്ങളുടെ ജീവന് സംരക്ഷണം നൽകി. അതൊരു ദൈവ അനുഭവമാണ് കേട്ടോ. തീർച്ചയായിട്ടും ദൈവം നമുക്ക് രണ്ടാം ജന്മം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നൽകി എന്നുള്ളതിൻ്റെ വലിയൊരു ഒരു ഇതാണ്. അതുകൊണ്ട് ഞാനത് വളരെ അഭിമാനത്തോടു കൂടി ആ ഒരു ദൈവാനുഭവത്തെക്കുറിച്ച് പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്, പ്രസംഗത്തിൽ പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ഒത്തിരിയേറെ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ജീവൻ തന്നെ തിരികെ തരിക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. അതുകൊണ്ടാണ് അതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ പോയി ചെയ്യാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നതും അല്ലെ കൃപയാകുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും മരണത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്ന് പോലും ദൈവം നമ്മളെ ജീവൻ തിരികെ തന്നുകൊണ്ട് ദൈവം നമ്മളെ രക്ഷിച്ചത് ജീവിതത്തിൽ വലിയൊരു മറക്കാനാവാത്ത അനുഭവമാണ്. അതിനുശേഷം ഒരു വർഷത്തെ അവിടെ നിന്ന് ശേഷം ഞാൻ കോട്ടയത്തുള്ളൊരു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു പാറമ്പുഴ എന്ന് പറയുന്നൊരു ഇടവകയിലെ കൊച്ചച്ഛനായിട്ട് ഒരു വർഷം ശുശ്രൂഷ ചെയ്തു. അവിടെ ബഹുമാനപ്പെട്ട എബ്രഹാം കാടാത്തുകൾ അച്ഛനായിരുന്നു എൻ്റെ വികാരി അച്ഛൻ. വളരെ തമാശയൊക്കെ പറയുന്നൊരു അച്ഛനായിരുന്നു, വളരെ രസികനായിരുന്നു അച്ഛൻ. വളരെ നല്ല രസമാണ് അച്ഛൻ്റെ സംസാരവും രീതികളും എല്ലാം വളരെയേറെ നമ്മളെ സ്വാധീനിക്കുന്നതായിരുന്നു. പിന്നെ ഒത്തിരി പ്രോത്സാഹനമൊക്കെ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഞാൻ കാരുണികൻ മാഗസിൻ, ഞങ്ങളുടെ സഭ നടത്തുന്ന ഒരു മാഗസിനാണ്, അതിലായിരുന്നു 3 വർഷക്കാലം ശുശ്രൂഷ ചെയ്തത്. എറണാകുളത്തെ തേവരയിലുള്ള ആർ ഹൗസിലായിരുന്നു. ബഹുമാനപ്പെട്ട ജോയി ചെഞ്ചേരി അച്ഛനായിരുന്നു. അച്ഛൻ്റെ പാട്ടുകളൊക്കെ വളരെ പ്രശസ്തമാണ്, വളരെ വിശേഷമുള്ള വരികളും പാട്ടുകളും. അപ്പോൾ അച്ഛൻ ആയിരുന്നു എൻ്റെ സുപ്പീരിയർ അച്ഛൻ. അതുപോലെ തന്നെ കൂടെ ചാക്കോ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ, റോണി അച്ഛൻ ഉണ്ടായിരുന്നു ആദ്യം. അതിന് ശേഷം നമ്മുടെ ചാക്കോ അച്ഛൻ, പിന്നെ അച്ഛന്മാരങ്ങനെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള എല്ലായിടത്തും നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ നമ്മളെ ഒരുപാട് എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഈ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും, പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ മേഖലകളിൽ നമുക്കുള്ള ആ ഒരു പ്രതിഭ നമ്മളെ കണ്ടെത്തി എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. ജനറേഷൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ അടുത്തൊരു ഗാനത്തിലേക്ക് കയറിയല്ലോ. തീർച്ചയായിട്ടും. ശിലയാം ദൈവമേ, ജീവവിമോചകൻ നീയല്ലോ. എൻ വാക്കുകളും പ്രവൃത്തികളും നിൻ മുൻപിൽ സ്വീകാര്യമായിടട്ടെ. എന്ന ഭയശിലയാം ദൈവമേ, ജീവവിമോചകൻ നീയല്ലോ. എൻ വാക്കുകളും പ്രവൃത്തികളും നിൻ മുൻപിൽ സ്വീകാര്യമായിടട്ടെ. പേരിനേക്കാൾ മധുരം നിൻ വചനം, ആഴിയേക്കാൾ ആഴം നിൻ സ്നേഹം. ആത്മാവിന് പുതുജീവൻ നൽകും പരിശുദ്ധം നിൻ ദിവ്യഗേഹം. തേനിനേക്കാൾ മധുരം നിൻ വചനം, ആഴിയേക്കാൾ ആഴം നിൻ സ്നേഹം. ആത്മാവിന് പുതുജീവൻ നൽകും പരിശുദ്ധം നിൻ ദിവ്യഗേഹം. എൻ ജീവദീപം നീ കൊളുത്തണേ, നിൻ ദിവ്യശോഭയിൽ ഞാൻ തെളിയാൻ. എൻ ജീവദീപം നീ കൊളുത്തണേ, നിൻ ദിവ്യശോഭയിൽ ഞാൻ തെളിയാൻ. നീയല്ലാതാരുമില്ലീ ഭൂവിൽ എൻ ജീവിതത്തിൻ കാവലായി. നീയല്ലാതാരുമില്ലീ ഭൂവിൽ എൻ ജീവിതത്തിൻ കാവലായി.
വചനം ആഴിയേക്കാളാഴം നിൻ സ്നേഹം ആത്മാവിന് പുതുജീവൻ നൽകും പരിശുദ്ധം നിൻ ദിവ്യഗേഹം. കുരുകിൽ പക്ഷി പോൽ ഞാനണയുന്നു നിൻ ബലിപീഠത്തിൽ കൂടിനായി. കുരുകിൽ പക്ഷി പോൽ ഞാനണയുന്നു നിൻ ബലിപീഠത്തിൽ കൂടിനായി. നിൻ സ്നേഹം മതി ഭൂവിലെന്നും എൻ ജീവിതത്തിൻ ആശ്രയമായി. നിൻ സ്നേഹം മതി ഭൂവിലെന്നും എൻ ജീവിതത്തിൻ ആശ്രയമായി. എൻ ജീവിതത്തിൻ ആശ്രയമായി. എന്നഭയശിലയാ ദൈവമേ ജീവവിമോചകൻ നീയല്ലോ. എൻ വാക്കുകളും പ്രവൃത്തികളും നിൻ മുൻപിൽ സ്വീകാര്യമായിടട്ടെ. തേനിനേക്കാൾ മധുരം നിൻ വചനം ആഴിയേക്കാളാഴം നിൻ സ്നേഹം ആത്മാവിന് പുതുജീവൻ നൽകും പരിശുദ്ധം നിൻ ദിവ്യഗേഹം. തേനിനേക്കാൾ മധുരം നിൻ വചനം ആഴിയേക്കാളാഴം നിൻ സ്നേഹം ആത്മാവിന് പുതുജീവൻ നൽകും പരിശുദ്ധം നിൻ ദിവ്യഗേഹം. പരിശുദ്ധം നിൻ ദിവ്യഗേഹം. പരിശുദ്ധം നിൻ ദിവ്യഗേഹം. ജെർണച്ച മനോഹരം. അച്ഛൻ്റെ ശബ്ദം പാടിയ വരികളിലെ പോലെ തേനിനേക്കാൾ മധുരം. നല്ല സുന്ദരമായൊരു ശബ്ദം അച്ഛനെ കിട്ടിയിട്ടുണ്ട്. നല്ല ഡെപ്തുള്ള. ദൈവത്തിന് സ്തുതി. അച്ഛൻ ഈ ഗാനത്തെപ്പറ്റി ഒന്ന് പറഞ്ഞേ. ഈ പാട്ട് ഞങ്ങളുടെ MCV സഭയിലെ തന്നെ ജിനു തൈപ്പറമ്പിൽ എന്ന് പറയുന്ന അച്ഛൻ എഴുതിയ പാട്ടാണ്. അച്ഛനിപ്പോൾ മുംബൈയിലുള്ള ഞങ്ങളുടെ ഒരു കല്യാൺ രൂപതയിൽപ്പെട്ട ഇടവകയുണ്ട് ഞങ്ങൾക്ക്. അവിടെ മഹാകളി സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവക വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ എഴുതിയൊരു പാട്ടാണ് ഇത്. വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. സങ്കീർത്തനമാണിത് മുഴുവൻ. പല സങ്കീർത്തനങ്ങൾ കൂട്ടിച്ചേർത്തൊരു പ്രാർത്ഥനാഗാനമാക്കി അച്ഛൻ മാറ്റിയതാണ്. അപ്പോൾ അച്ഛനത് ട്യൂൺ ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞ് അപ്പോഴത്തേക്കും വേണ്ട തിരുത്തുകളൊക്കെ വരുത്താം എന്ന് അച്ഛൻ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ന ഇന്ന സങ്കീർത്തനങ്ങൾ അച്ഛനും ഓൾറെഡി എഴുതിയായിരുന്നു. ഇന്ന രീതിയിലാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അച്ഛൻ അങ്ങനെ തീർച്ചയായിട്ടും ഇത് നിർദ്ദേശങ്ങളൊക്കെ അച്ഛനും സ്വീകരിച്ചു. നല്ല ഇതിൽ അച്ഛനത് നല്ല മനോഹരമായിട്ട്, സങ്കീർത്തനം ഇത്ര മനോഹരമായിട്ട് ഒരു ഗാനരൂപത്തിലാക്കാൻ പറ്റുമോ എന്നുള്ള എനിക്ക് സംശയമാണ്. വേറെയൊക്കെ ഉണ്ട് സങ്കീർത്തനം പാട്ടാക്കി ഒത്തിരി കേട്ടിട്ടുണ്ട്. അതിൻ്റെ മറവിലൊക്കെ കേട്ടിട്ടുണ്ട്. അതൊരു സങ്കീർത്തനം, ഒരു സങ്കീർത്തനം മുഴുവൻ എടുത്ത് അങ്ങനെയുള്ളതുണ്ട്. പക്ഷേ ഇത് പല സങ്കീർത്തനങ്ങൾ പല എടുത്തു വെച്ചിട്ട് ഒരു ഗാനരൂപത്തിലാക്കി അതിൻ്റെ ആ ആശയം നഷ്ടപ്പെടാതെ ഏകദേശം അതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അച്ഛൻ അതൊരു ഗാനരൂപത്തിൽ എഴുതി. വളരെ നല്ലൊരു എഫേർട്ടാണ്. അതിന് ദൈവം അനുഗ്രഹിച്ച് അതിന് അച്ഛൻ വളരെ മനോഹരമായിട്ട് സംഗീതം നൽകി കേട്ടോ. അച്ഛൻ വളരെ ഭംഗിയായിരിക്കും. അഭിനന്ദനങ്ങൾ. അച്ഛൻ നമ്മൾ സുറിയാനി പഠനം വരെയാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയല്ലോ. അതിന് ശേഷമുള്ള വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ, ഞാൻ അതിനുശേഷമാണ് ഈ പറഞ്ഞ ദൈവാനുഭവത്തെക്കുറിച്ച് പറഞ്ഞാണ് പിന്നെ ഇങ്ങനെ പോകുന്നത്. അവിടെ പഠനത്തിൽ ഞാൻ പറഞ്ഞില്ല, അത് അങ്ങോട്ട് എനിക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം കുറച്ച് നാൾ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ദൈവം ഒത്തിരി ആശ്വാസം തന്ന്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അത്രയും ബുദ്ധിമുട്ടിപ്പോൾ ഇല്ല. കുറേയൊക്കെ സഹനങ്ങളുണ്ട് തീർച്ചയായിട്ടും. എങ്കിലും ദൈവം അതിനുശേഷം എനിക്കിങ്ങനെ സംഗീതം പഠിക്കാനായിട്ടുള്ള, ഞാൻ കൊയർ ചെയ്യുന്നതാണ് കോൺഗ്രിഗേഷനിൽ ഞങ്ങളുടെ പ്രൊവിൻസിലെ തിരുപ്പട്ടങ്ങൾക്ക് പാടുന്നതാണ്. കുറേ വർഷം കഴിഞ്ഞ് ഒരു 10 വർഷമായിട്ട് പാടുന്നു. ഞങ്ങൾ ബ്രദേഴ്സ് ആയിരുന്നപ്പോഴേ
അങ്ങനെ പാടാൻ തുടങ്ങിയാണ്. അപ്പോൾ ഒരു 10 വർഷമായിട്ട് പാടാൻ പറ്റുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കൊയറൊക്കെ ചെയ്യുന്നതുകൊണ്ട് സഭാധികാരികൾ തന്നെ നമ്മളോട് എന്നെക്കുറിച്ച് പഠിച്ചോ എന്നുള്ള രീതിയിൽ സംഗീതം പഠിക്കും. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ട് ഈ കുറച്ച് രാഗം ഒക്കെ ബേസ് ചെയ്തുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ ഇത് സിനിമാ ഗാനങ്ങളും കേൾക്കും, ഡിവോഷണലും കേൾക്കും, എല്ലാം കേൾക്കും. അപ്പോൾ അങ്ങനെയുള്ള അതിനോടൊരു ടച്ച് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അത് പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ക്ലാസിക്കലായിട്ട് തന്നെ പഠിക്കണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് ആഗ്രഹം പണ്ട് തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും എൻ്റെ അധികാരികൾ, പ്രൊഫഷണലച്ചന്മാർ, ആദ്യത്തെ ഡൊമിനിക് അച്ഛൻ, ഇപ്പോഴത്തെ ജോസഫ് ചൊവ്വേലിക്കുടി അച്ഛൻ, പ്രൊഫഷണലച്ചന്മാർ, അതുപോലെ തന്നെ മറ്റ് കൗൺസിലേഴ്സ് അച്ഛന്മാരും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ വളരാനായിട്ട് പറ്റുക. തീർച്ചയായിട്ടും അച്ഛന്മാരുടെ എല്ലാവരുടെയും ആ പ്രോത്സാഹനവും സ്നേഹവും കരുതലും കൊണ്ട് നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെയാണ് ഞാൻ ചേതനയിലേക്ക് വരിക. ബഹുമാനപ്പെട്ട പൂത്തിങ്കലച്ചൻ്റെ കീഴിൽ ഞാൻ കർണാടക സംഗീതം അഭ്യസിക്കാനായിട്ട് ആരംഭിക്കും. പാതിരി അതെ, പൂത്തിങ്കലച്ചൻ്റെ കീഴിൽ. പ്രിയ ബഹുമാനപ്പെട്ട പോൾ പൂത്തിങ്കലച്ചൻ്റെ കീഴിൽ ഇപ്പോൾ നടത്തുന്ന പഠനം, ക്ലാസിക്കൽ സംഗീത പഠനം വളരെ ഭംഗിയോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുകയാണ്. താങ്ക് യു. അച്ഛാ, ഞാൻ എൻ്റെ ദൈവാനുഭവം പറയുകയുണ്ടായി. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോഴും സംഗീതം അഭ്യസിക്കുന്ന കാര്യവും അതുപോലെ തന്നെ പാട്ടുകൾ, ഞാൻ ചെയ്ത പാട്ടുകൾ പാടുകയായിരുന്നു. ഇനിയും അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കാനായിട്ട് ഞാനും അതുപോലെ തന്നെ പ്രേക്ഷകരും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരു പാട്ടിലേക്ക് കിടന്നാലോ? ഉറപ്പായിട്ടും. ഒത്തിരി സന്തോഷമേ ഉള്ളൂ. പ്രിയ ബഹുമാനപ്പെട്ട മാത്യു കരിത്രച്ചൻ്റെ ഒരു പാട്ടുണ്ട്. അദ്ദേഹം CMI സഭയുടെ കോട്ടയം പ്രൊവിൻസിലെ ഏറെ തിരക്കുള്ള അച്ഛനാണ്. പക്ഷേ അദ്ദേഹത്തെ ഏറെ തിരക്കുള്ള ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു നല്ല കവിയാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ തോമസ് പാലക്കൽ സഹോദരൻ അത് സംഗീതം ചെയ്തു. പ്രിയപ്പെട്ട നമ്മുടെ അനൂപ് വിയന്ന വാഴക്കുളത്തുള്ള അദ്ദേഹമാണ് ഇത് ഓർക്കസ്ട്ര ചെയ്തത്. ആ ഒരു ഗാനം ഞാനിപ്പോൾ ആലപിക്കാം. ഇരുളു മറഞ്ഞു തെളിഞ്ഞൊരു പുലരിതാ, ഉയിരിനുടയവനീശോനാഥൻ ഉയർത്ത പുലരിതാ. ഇരുളു മറഞ്ഞു തെളിഞ്ഞൊരു പുലരിതാ, ഉയിരിനുടയവനീശോനാഥൻ ഉയർത്ത പുലരിതാ. കഥനമകറ്റും സന്ദേശവുമായി മകിയിൽ ദൈവസുതൻ, പാവന സുരഭില സുവിശേഷവുമായി വരുന്നു ദൈവസുതൻ. കഥനമകറ്റും സന്ദേശവുമായി മകിയിൽ ദൈവസുതൻ, പാവന സുരഭില സുവിശേഷവുമായി വരുന്നു ദൈവസുതൻ. Hallelujah, 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 hallelujah. തകർന്നൊരു തനുവിൽ കാന്തി പരക്കുന്നു, ആണികളേറ്റു പിടഞ്ഞൊരു പാണികൾ പൂക്കൾ പൊഴിക്കുന്നു. താടനമേറ്റു തകർന്നൊരു തനുവിൽ കാന്തി പരക്കുന്നു, ആണികളേറ്റു പിടഞ്ഞൊരു പാണികൾ പൂക്കൾ പൊഴിക്കുന്നു. വിജയത്തിൻ പൊൻകൊടികളുയർത്തി വരും വിരാജിതനാ, പ്രാഭവമോടെ എഴുന്നള്ളുന്നു മഹോന്നതനാം നാഥൻ. വിജയത്തിൻ പൊൻകൊടികളുയർത്തി വരുന്നു വിരാജിതനാ, പ്രാഭവമോടെ എഴുന്നള്ളുന്നു മഹോന്നതനാം നാഥൻ.
മരണം പത്തി മടക്കിയൊളിച്ചു പാതാളക്കുഴിയിൽ മാരകമാം തൻ മുള്ളുകളും നിഷ്പ്രഭമായി ധരയിൽ. മരണം പത്തി മടക്കിയൊളിച്ചു പാതാളക്കുഴിയിൽ മാരകമാം തൻ മുള്ളുകളും നിഷ്പ്രഭമായി ധരയിൽ. മൃതിയുടെ താഴ്വര തന്നിൽ പുതിയൊരു ജീവൻ ഉദിക്കുന്നു. ശാശ്വത ജീവൻ മാനവനേകി വരുന്നു മഹാരാജൻ. മൃതിയുടെ താഴ്വര തന്നിൽ പുതിയൊരു ജീവൻ ഉദിക്കുന്നു. ശാശ്വത ജീവൻ മാനവനേകി വരുന്നു മഹാരാജൻ. മറഞ്ഞു തെളിഞ്ഞൊരു പുലരീതാ, ഉയിരിനുടയവനീശോനാഥൻ ഉയർത്ത പുലരീതാ. കഥനമകറ്റും സന്ദേശവുമായി മഹിയിൽ ദൈവസുതൻ പാവന സുരവില സുവിശേഷവുമായി വരുന്നു ദൈവസുതൻ. Hallelujah, 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 hallelujah. വിപിനച്ച വളരെ മനോഹരമായിട്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് ആണ് അച്ഛൻ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പാടിയത്. നിരാശയിൽ നിന്നും അല്ലേ പ്രത്യാശയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ആഹ്വാനം. ആ പ്രത്യാശയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ഹൃദയത്തിൻ്റെ ആഹ്ലാദത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും ദൈവത്തിന് ഹല്ലേലൂയ പാടുന്ന ഒരു തീമാണ് അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും ആ ഒരു മനോഹരമായിട്ടുള്ള തീം അച്ഛന് ഗാനത്തിലൂടെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ, അതുപോലെ തന്നെ നന്ദി. താങ്ക് യു അച്ഛൻ. താങ്ക് യു അച്ഛ, താങ്ക് യു. ഇതിൻ്റെ പിന്നിലുള്ള ഒരിക്കൽ കൂടി മാത്യു കരിയത്ര അച്ഛനും സംഗീതം നൽകിയ തോമസ് പാലക്കലിനും അതുപോലെ തന്നെ ഇതിൻ്റെ BGM ഓർക്കസ്ട്രയൊക്കെ നൽകിയ അനൂപ് വിയന്ന വാഴക്കുളം ആ സഹോദരങ്ങളോട്ടുള്ള നന്ദിയും കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹെവൻലി മെലഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ജെറിനച്ചൻ്റെ ഏറെ വിശേഷങ്ങൾ ഇനിയുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. തിരുഹൃദയത്തിൻ ആർദ്രമാം സ്നേഹം അഗതികൾ ഞങ്ങൾക്കാശ്രയവാരിധേ. പാപികൾ ഞങ്ങൾ വന്ദണയുമ്പോൾ നെഞ്ചോടു ചേർക്കുന്ന വാത്സല്യമേ. തിരുഹൃദയത്തിൻ ആർദ്രമാം സ്നേഹം അഗതികൾ